മക്കളെ, ഈശോ നമ്മെ വിളിക്കുന്നു, വചനം കേൾക്കാൻ വിളിക്കുന്നു. വചനത്തിലൂടെ ഓരോ വ്യക്തികൾക്കും അഭിവൃദ്ധി തരാൻ വിളിക്കുന്നു, അധോഗതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി വിളിക്കുന്നു. കർത്താവ് ഇന്ന് നമുക്ക് തരുന്ന വചനം കേൾക്കണ്ടേ? മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 37-ാം വാക്യം. വിളവധികം, വേലക്കാരോ ചുരുക്കം. അതിനാൽ തന്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക. വിതയ്ക്കാൻ വിത്തും വിളവും നൽകുന്ന ദൈവമാണ്. ആ ദൈവമായ കർത്താവാണ് നമ്മോട് പറയുന്നത്, വേലക്കാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. ഈ വചനം ശ്രവിക്കുന്ന നമ്മളൊക്കെ കർത്താവിന്റെ വേലക്കാരാണ്. പ്രാർത്ഥനയിലാണ് ദൈവത്തിന്റെ, യേശുവിന്റെ ഹൃദയ രഹസ്യം നമുക്കൊക്കെ വെളിപ്പെട്ട് കിട്ടുന്നത്. യേശുവിന്റെ ഹൃദയത്തിന്റെ ഭാരം, യേശുവിന്റെ ഹൃദയത്തിന്റെ ദുഃഖം, യേശുവിന്റെ ഹൃദയത്തിന്റെ അഭിലാഷം പ്രാർത്ഥിക്കുന്നവർക്കാണ് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ദൈവമായ കർത്താവ് പറയുന്നത്, വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുമെന്ന്. ഇതാ നിന്റെ മുമ്പിലേക്ക് ഒരു വലിയ കുടുംബം കടന്നു വരുന്നു. ശ്രവിക്കാം നമുക്ക്. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വചനമായ ദൈവത്തെ ഞങ്ങൾക്ക് മനസ്സിലാക്കാനും കൂടുതൽ അറിയാനും സാധിച്ചത് ജെറുസലേം ധ്യാന കേന്ദ്രത്തിലെ ബൈബിൾ ഗ്രാമം ശുശ്രൂഷയിലൂടെയാണ്. ഞങ്ങളുടെ മക്കളെല്ലാം ഈ ബൈബിൾ ഗ്രാമം ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ അച്ഛൻ്റെ പ്രയർ ലൈനിൽ ചേർന്ന് വചന ശുശ്രൂഷയിൽ പങ്കെടുത്തിരുന്നു. ആ സന്ദർഭങ്ങളിൽ വചനം എഴുതി വെക്കുന്നതിനും അത് മക്കളെ പഠിപ്പിക്കാനും ഞാൻ പരിശ്രമിച്ചിരുന്നു. ഇപ്പോൾ അച്ഛൻ്റെ സ്ട്രീറ്റ് മിനിസ്ട്രിയിൽ ഞങ്ങൾ മക്കളോടടക്കം കുടുംബസമേതം പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പഠിച്ച വചനത്തിന് സാക്ഷി നൽകാനും ജീവന്റെ മൂല്യം കൂടുതലായിട്ട് മനസ്സിലാക്കാനും ഈ ശുശ്രൂഷയിലൂടെ സാധിച്ചു. അച്ഛനെ വിവിധങ്ങളായ ശുശ്രൂഷകൾക്കായി ഒരുക്കുന്ന ഈശോയ്ക്ക് ഞങ്ങൾ 1000 നന്ദി പറയുന്നു. അച്ഛനെ കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാമല്ലോ, വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു പാവപ്പെട്ട കന്യാസ്ത്രീക്ക് കരുണയുടെ പ്രാർത്ഥന വെളിപ്പെടുത്തി കൊടുത്തത്. ഇതുപോലെ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെ അടുത്തേക്ക് ഈശോ കടന്നു വരുന്നുണ്ട്. പുതിയ മിനിസ്ട്രികൾ ആരംഭിക്കാൻ, പുതിയ ശുശ്രൂഷകൾ ആരംഭിക്കാൻ. ശുശ്രൂഷയിൽ നിന്ന് വചനമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ ശിഷ്യന്മാരുടെ പാദം കഴുകുന്ന ശുശ്രൂഷയാണ്. പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ പിശാചിന്റെ കണ്ണിലെ കരടാണ്. അവരാണ് യേശുവിന്റെ സ്വപ്നം ഈ ഭൂമിയിൽ വിടർത്തുന്നത്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സത്പ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മന്റെ സഹവാസവും നാം എല്ലാവരോടും, നമ്മുടെ കുടുംബങ്ങളോടും, തറവാടുകളോടും, തലമുറകളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.